ആദ്യം തന്നെ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഗീവ് അവേക്കുള്ള വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേരാണ് കമൻസ് ഇടുന്നത്. ഇപ്പോഴും കമൻസ് വരുന്നുണ്ട്. അത് കാരണം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ നമ്മുടെ ക്രിസ്മസ് ഒക്കെ അല്ലേ, അത് കാരണം ഞങ്ങൾ ഇന്നലെ ക്രിസ്മസ് ട്രീ ഒക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് അതൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നൈനിക്കുട്ടിയാണ് എല്ലാ സാധനങ്ങളും തൂക്കിയിടുന്നത്. ക്രിസ്മസ് ട്രീയിൽ സ്റ്റാർ ഇല്ല തൂക്കാന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു നാളെ അമ്മ ഉണ്ടാക്കി തരാമെന്ന്. ഞാൻ എന്നിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ തപ്പി നോക്കിയിട്ട് ഗിൽറ്റ് പേപ്പർ ഉണ്ടായിരുന്നത് കാണാനില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഗിഫ്റ്റ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കി നോക്കാം. ഇതിന് മുമ്പ് എപ്പോഴും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നൊരു കഷ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ അതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ അത്ര കട്ടി കിട്ടില്ലല്ലോ. അപ്പം ഞാൻ A4 ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് അതിൽ ഒട്ടിച്ചിട്ട് അങ്ങനെ ഒരു സ്റ്റാർ ആക്കി എടുക്കുക ചെയ്തേട്ടാ. ആദ്യം തന്നെ A4 ഷീറ്റ് ഒരു സ്ക്വയർ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തു കേട്ടാ. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മടക്കുക, എന്നിട്ട് അത് നിവർത്തി എടുത്തിട്ട് പശ തേച്ചിട്ട് ഗിഫ്റ്റ് പേപ്പറിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുക. മടക്കിയത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. എന്നിട്ട് നമ്മുടെ A4 ഷീറ്റിൻ്റെ ആ കറക്റ്റ് അളവിൽ ആ ഗിഫ്റ്റ് പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് പിന്നെ കറക്റ്റ് ആ മടക്കിൻ്റെ അവിടെയായിട്ട് 3 മടക്കിൽ കട്ടിട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ആ കട്ടിട്ടതിൻ്റെ അവിടെ നിന്ന് 2 സൈഡിൽ നിന്നും ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. അങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് പോലെ കിട്ടുന്ന രീതിയിൽ എല്ലാ സൈഡിൽ നിന്നും അങ്ങനെ മടക്കി കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ സ്റ്റാറിൻ്റെ ഒരു ഷേപ്പ് മടക്കൊക്കെ ഒന്ന് നന്നായിട്ട് അമർത്തി കൊടുക്കുക. ഇതുപോലെ ഒരെണ്ണം കൂടി ഉണ്ടാക്കണം. എന്നിട്ട് ഇത് 2 കൂടി വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഒട്ടിച്ചെടുക്കുമ്പോൾ ഇടയിൽ ഒരു വള്ളിയും കൂടി വെക്കാൻ മറക്കരുത് കേട്ടോ. നമുക്ക് തൂക്കിയിടേണ്ടതല്ലേ. അങ്ങനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണെങ്കിലും ഈ സ്റ്റാർ എനിക്ക് ഇഷ്ടമായിട്ടാണ്. ഞാൻ ഈ എഴുതാൻ പോണ കുറച്ച് പേർക്ക് ഹായ് പറയാനായിട്ട് മിക്ക ദിവസം കമൻസ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഏഗ്നൽ, ആലിയ, ആൻവിത, അൻഷിത ആൻഡ് ഐഷ, എല്ലാവർക്കും ഹായ്. ഈ കുട്ടി വൈറ്റ് ബോർഡ് എങ്ങനെയുണ്ട്? ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഓക്കെ, ബൈ.